ഹായ് മക്കളെ, അപ്പോൾ നമ്മളിത് ഈ വർഷം തുടങ്ങിയത് മുതൽ മക്കളോട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. മക്കളെ, നമ്മളെ പാറ്റേൺ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. എക്സാമിൻ്റെ പാറ്റേൺ ഒന്നും പഴയ പോലെയല്ല, മാറ്റം വന്നിട്ടുണ്ട് എന്നുള്ള അല്ലേ. പക്ഷേ പലർക്കും എന്താണ് ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ അതൊക്കെ നോക്കിയ സമയത്തോ എന്താണ് ഇവിടെ ഇപ്പോൾ ഒരു മാറ്റം വന്നിട്ടുള്ളതെന്ന് പലർക്കും മനസ്സിലായിട്ടുണ്ടാവില്ല അല്ലേ. സാർ സിമ്പിളായിട്ട് പറഞ്ഞു തരാം. അതാ സാർ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ അക്കൗണ്ടൻസിൻ്റെ പ്രോബ്ലം ആണെങ്കിൽ കഴിഞ്ഞ വർഷത്തെ അല്ലെങ്കിൽ അതിൻ്റെ മുമ്പത്തെ വർഷത്തെയൊക്കെ അപേക്ഷിച്ച് നോക്കുന്ന സമയത്ത് കഴിഞ്ഞ വർഷം മുതലാണ് മാറ്റം. കഴിഞ്ഞ വർഷത്തെയും അതിൻ്റെ മുൻപത്തെ വർഷത്തെയൊക്കെ കമ്പയർ ചെയ്യുന്ന സമയത്ത് വന്നിട്ടുള്ളൊരു മാറ്റമാണ് അഡ്ജസ്റ്റ്മെൻറ്റിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അഡ്ജസ്റ്റ്മെൻറ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഇപ്പോൾ എന്താണ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിലൊക്കെ വരുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ. ഇപ്പം നമ്മളെന്താണ് ഇപ്പോൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്. അത് നമ്മളെത്തുന്നേ ഉള്ളൂ. എന്താണ് ആ ചാപ്റ്റർ ഒന്നും എത്തിയിട്ടുണ്ടാവില്ല, പഠിച്ചെത്തിയിട്ടുണ്ടാവില്ല അല്ലേ. പക്ഷേ അതിലൊക്കെ എന്താ ചെറിയ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതായത് ഇപ്പം ഔട്ട്സ്റ്റാൻഡിങ് കാര്യങ്ങൾ, ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്. ഇനിയിപ്പോൾ വേണ്ട നിങ്ങളത് മേലോട്ടുള്ള ചാപ്റ്റേഴ്സ് നമ്മളിപ്പോൾ ക്രിസ്മസ് എക്സാമിന് പഠിക്കാനുള്ള ചാപ്റ്റേഴ്സ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഡിപ്രീസിയേഷൻ്റെ ചാപ്റ്ററിൽ തന്നെ നമുക്കറിയാലോ രണ്ട് ടൈപ്പിൽ നമ്മൾ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നു. അതിൽ തന്നെ എന്താണ് ഡിപ്രീസിയേഷൻ നമ്മൾ ഏതെങ്കിലും ഒരു അസറ്റ് പകുതി ടൈമിൽ വിൽക്കുമ്പോൾ അത് പകുതി സമയത്ത് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്തുകൊണ്ട് വിൽക്കുന്നു. അങ്ങനെ ഭയങ്കര ഉള്ളോട്ട് കയറി ചേർന്നിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്. ഡയറക്റ്റ് ആയിട്ട് ഇപ്പം നമുക്ക് ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡിൽ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യൂ അല്ലെങ്കിൽ ഫിക്സ്ഡ് മെത്തേഡിൽ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യൂ എന്നൊക്കെ ചോദിക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് അഡ്ജസ്റ്റ്മെൻറ്റുകളുള്ള നിങ്ങൾ നന്നായിട്ട് കുട്ടിക്കുന്ന ടൈപ്പ് ഉള്ളോട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തി ക്വസ്റ്റ്യൻസ് അത് നല്ല രീതിക്ക് ഇപ്പോഴുള്ള എക്സാമിന് വരാറുണ്ട്. സോ പഠിക്കുന്ന സമയത്ത് അതുപോലുള്ള ഏത് മൈന്യൂട്ട് അഡ്ജസ്റ്റ്മെൻറ്റുകളും മക്കൾ പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അതിൽ നിന്നൊക്കെ ഈ എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസിലും അത് ഇൻക്ലൂഡ് ചെയ്യും. അതല്ലാതെ തന്നെ സെപ്പറേറ്റ് 2 മാർക്കിൻ്റെയും 3 മാർക്കിൻ്റെ ഒക്കെ ക്വസ്റ്റ്യനായിട്ടും അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ കാണാറുണ്ട്. സോ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെച്ചോളാം, നോക്കി വെച്ചോളാം. റെഡി. ദെൻ ബിസിനസ് സ്റ്റഡീസിൻ്റെ കേസിലാണെങ്കിൽ ബിസിനസ് സ്റ്റഡീസ് ഇപ്പോൾ ഫോക്കസ് ചെയ്യുന്നത് ഇല്ലുസ്ട്രേഷൻ ബേസ് ആണ്. ഓക്കെ, ഇല്ലുസ്ട്രേഷൻ ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പം ഏത് ചാപ്റ്റർ പറയും? നമ്മുടെ ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ. നമുക്കറിയാമല്ലോ ബിസിനസ്സിൻ്റെ ഒരുപാട് 5 ഫോമുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ അത് ഡയറക്റ്റ് ഇപ്പോൾ അതിലിപ്പോൾ പാർട്ട്ണർഷിപ്പിൻ്റെ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ അതിൻ്റെ മെറിറ്റ്സ് ഒക്കെ എഴുതൂ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിന് പകരം എങ്ങനെ വരും ക്വസ്റ്റ്യൻ? ഇപ്പം അബിയും ബിബിയും 2 പേരും ഫ്രണ്ട്സാണ്, അവർ കൂടി ചേർന്നുകൊണ്ട് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു, അവർ ഇത്ര പൈസ അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്കൊരു ക്വസ്റ്റ്യൻ തരും. അവിടെ ഉദ്ദേശിക്കുന്ന പാർട്ട്ണർഷിപ്പിൻ്റെ ഫോം ഏത്? അങ്ങനെയാവും ക്വസ്റ്റ്യൻ. അതായത് ചുറ്റും നമ്മൾ കാണുന്ന അല്ലേ ആ കാര്യങ്ങൾ ഡയറക്റ്റ് ചോദിക്കുന്നതിന് പകരം എന്ത് ചെയ്യുന്നു? സിറ്റുവേഷനിലൂടെയൊക്കെ ചോദിക്കുക. അതാണ് ഇല്ലുസ്ട്രേഷൻ ബേസ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ കഴിഞ്ഞ വർഷമൊക്കെ ആയിരുന്നു നമ്മൾ ബിസിനസ് സ്റ്റഡീസിൽ കാണാറുള്ളത് ഇല്ലുസ്ട്രേഷൻ ബേസിലുള്ള ക്വസ്റ്റ്യൻസ്. സോ ഒരു കൺസെപ്റ്റ് പഠിക്കുന്ന സമയത്ത് ബിസിനസ് സ്റ്റഡീസിൽ അതിനെ നമ്മൾ കുറച്ച് സിറ്റുവേഷൻസ് ആയിട്ട് റിലേറ്റ് ചെയ്ത് പഠിക്കാൻ മക്കൾ ശ്രമിച്ചിരിക്കണം. എന്നാലേ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് വായിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് ആ ഒരു കൺസെപ്റ്റ് അല്ലേ എന്ന് മക്കൾക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ അല്ലേ. ദെൻ അതുപോലെ തന്നെ എക്കണോമിക്സിലേക്ക് വരുന്ന സമയത്ത് ഡയറക്റ്റ് തിയറി ക്വസ്റ്റ്യൻസ് എന്നൊക്കെ മാറി ഇപ്പോൾ കൂടുതലായിട്ട് ഡാറ്റാ ബേസ് ക്വസ്റ്റ്യൻസ് ആണ്. അത് നമ്പേഴ്സ്, സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഗ്രാഫുകൾ, ചാർട്ടുകളൊക്കെ വെച്ചുകൊണ്ടുള്ള അങ്ങനത്തെ ഡാറ്റാ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ വരുന്നത്. സോ ഇങ്ങനത്തെ മാറ്റങ്ങൾ നമ്മുടെ പേപ്പറിലുണ്ട്. സോ ആ മാറ്റങ്ങൾക്കനുസരിച്ച് മക്കൾ എന്ത് ചെയ്യണം? പഠിപ്പിലും ശ്രദ്ധ കൊടുക്കേണ്ടതുണ്ട്. നമ്മൾ ചില പോയിന്റുകൾ നമ്മൾ വരില്ല എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ സ്കിപ്പ് ചെയ്യുന്ന ചില പോയിന്റുകളൊക്കെ ഉണ്ടാവും. അതിനൊക്കെ ഒരുപാട് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കും, പല മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ചോദിക്കും. സോ നല്ല പ്രോപ്പറായിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് വേണം മക്കൾ പഠിക്കാൻ. ഓക്കെ, ഇനി അതിനെ പോലെ തന്നെ മക്കൾ നോക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ എക്സാം എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പാറ്റേൺ ചേഞ്ചിനനുസരിച്ച് നമ്മുടെ എക്സാം നമ്മൾ എഴുതുന്നതിനനുസരിച്ചും മാർക്കിൽ കുറേ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹെഡിങ് ഒക്കെ വെച്ച് എഴുതിക്കൊള്ളും. ഒരു എസ് ഒക്കെ എഴുതുന്ന സമയത്ത് ആ എസ് എന്താണ് അതിനൊരു ഹെഡിങ് ഒക്കെ നിങ്ങൾ കൊടുക്കുക, അങ്ങനെ എഴുതാൻ ശ്രമിക്കുക. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ വാക്കിംഗ് നോട്ട്, അക്കൗണ്ടൻസിൻ്റെ ഒക്കെ കേസിൽ വാക്കിംഗ് നോട്ട് മസ്റ്റാണ്. നമ്മളൊരു കാര്യം ഒരു എസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് അതിന് കുറച്ച് താഴേക്കായിട്ട് വാക്കിംഗ് നോട്ട് എന്ന ഹെഡൊക്കെ കൊടുത്ത് ആ ഒരു എസ്സയുടെ വാക്കിംഗ് നോട്ട് അവിടെ ചെയ്യുക. അതിനൊക്കെ നല്ല ഇമ്പോർട്ടൻസ് ഉണ്ട് കേട്ടോ മക്കളെ, നല്ല ഇമ്പോർട്ടൻസ് ഉണ്ട്. അതുപോലെ തന്നെ നീറ്റ് ഫോമാറ്റിൽ എഴുതാൻ ശ്രമിക്കുക. പ്രോപ്പറായിട്ട് പാരഗ്രാഫ് മാർജിനൊക്കെ കൊടുത്തോളുക. പാരഗ്രാഫിലൊക്കെ എഴുതാൻ ശ്രമിക്കുക. ബിസിനസ് സ്റ്റഡീസും തിയറി ക്വസ്റ്റ്യൻസിൻ്റെ ഒക്കെ എസ് എഴുതുമ്പോൾ പക്കാ പാരഗ്രാഫിലൊക്കെ മക്കൾ എഴുതാൻ ശ്രമിക്കുക. അതിനൊക്കെ മാർക്കുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം മക്കൾ പഠിക്കാനും എക്സാം അറ്റൻഡ് ചെയ്യാൻ.
ഓക്കെ അല്ലേ? നന്നായിട്ട് പഠിക്കുക, നല്ല മാർക്ക് തന്നെ മക്കൾക്ക് കിട്ടും. ഓക്കെ, ബൈ.